ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ച നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രണ്ടു കൂട്ടർക്കും, അതായത് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണ്. രണ്ട് മുന്നണികളും വിജയത്തിൽ കുറഞ്ഞ ഒന്നും ചിന്തിക്കുന്നില്ല. കേരളം തുടർഭരണത്തിലേക്കാണോ അതോ ഭരണമാറ്റത്തിലേക്കാണോ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന സൂചനകൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. 10 വർഷത്തോളമായി തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരുമോ എന്നുള്ളതും, അതല്ല 10 വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചെടുക്കുമോ എന്നുള്ളതുമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച പ്രധാന ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സൂചനകൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത്. യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും സംബന്ധിച്ച് നിലമ്പൂർ ഒരു അഭിമാന പോരാട്ടമാണ്. അതുപോലെ തന്നെ പി.വി. അൻവർ എന്ന വ്യക്തിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടം എന്നതിലുപരി നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ പി.വി. അൻവർ എന്ന വ്യക്തിക്ക് ഇനി സ്ഥാനമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവും ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ പുറത്തുവരും. പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ കണക്കുകൂട്ടലുകൾ നിലമ്പൂരിൽ തെറ്റുകയാണെങ്കിൽ ബി.ജെ.പിയിൽ ചേരുന്നതിന് മുൻപുള്ള പി.സി. ജോർജിൻ്റെ അവസ്ഥയിലേക്ക് അൻവർ മാറും. ഇക്കാര്യത്തിലും ആർക്കും സംശയമില്ല. അതേസമയം യു.ഡി.എഫ്, എൽ.ഡി.എഫ് എന്നീ കേരളത്തിലെ പ്രമുഖ മുന്നണികൾക്ക് ഒപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വളരെയേറെ ഗൗരവത്തോടെ കാണുന്ന മറ്റൊരു മുന്നണിയാണ് എൻ.ഡി.എ. എൻ.ഡി.എ മുന്നണിയെയും പ്രത്യേകിച്ചും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ബി.ജെ.പിയെയും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരു തരത്തിലും ബാധിച്ചില്ലെങ്കിലും ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിനെ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് നിലമ്പൂർ മണ്ഡലം ഒരു സി ക്ലാസ് മണ്ഡലമാണ്. വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ പരിമിതമായ വോട്ടുകൾ മാത്രമാണ് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പി നിലമ്പൂരിൽ സ്വന്തമാക്കിയത്. മണ്ഡലത്തിൽ ഇതുവരെ 2ാം സ്ഥാനത്ത് പോലും ബി.ജെ.പിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വിജയഭൂരിപക്ഷത്തിന് ഒപ്പം പോലും അവിടെ മത്സരിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1982 മുതലാണ് മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി മത്സരിച്ച് തുടങ്ങുന്നത്. മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി ആദ്യം മത്സരിച്ചത് ഗോപാലകൃഷ്ണൻ താളൂരായിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള തിരഞ്ഞെടുപ്പ്, അതായത് 1980 നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഗോപാലകൃഷ്ണൻ താളൂർ തന്നെ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും അത് ബി.ജെ.പിയുടെ പേരിലല്ലായിരുന്നു മത്സരിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അന്ന് ഗോപാലകൃഷ്ണൻ താളൂർ മത്സരിച്ചത്. 1982 നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പി ആദ്യമായി മത്സരിക്കുന്ന സമയത്ത് അവർക്ക് നേടാനായത് വെറും 1442 വോട്ടുകളാണ്. 1982 നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരം ആരംഭിച്ച ബി.ജെ.പി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അന്നത്തെ 1442 വോട്ടുകൾ 8595 വോട്ടുകളായി വർദ്ധിപ്പിച്ചു. ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന കൂടിയ വോട്ടുകളും അതുതന്നെയായിരുന്നു. എന്നാൽ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിക്ക് മണ്ഡലത്തിൽ കൂടിയ വോട്ടുകൾ ലഭിച്ചത് 2016 തെരഞ്ഞെടുപ്പിലായിരുന്നു. 2016 നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ മത്സരിച്ചത് ബി.ജെ.പി അല്ലായിരുന്നു, ബി.ഡി.ജെ.എസ് ആയിരുന്നു. അന്ന് ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗിരീഷ് മേക്കാട്ട് മണ്ഡലത്തിൽ നേടിയത് 12284 വോട്ടുകളായിരുന്നു. മണ്ഡലത്തിൽ ഒരു എൻ.ഡി.എ സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ വോട്ട് വിഹിതം. പൊതുവായി ഇപ്പോൾ ഈ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി എന്തെന്നാൽ ബി.ജെ.പി അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് ഈ മണ്ഡലത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ബി.ജെ.പിയോ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളോ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വരട്ടെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും സംബന്ധിച്ച് ഒരു സ്വാധീനവും ഇതുവരെ ബി.ജെ.പിക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു മത്സരാർത്ഥിയുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ് ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുയരുന്ന ചോദ്യമാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ അത് ആരായിരിക്കുമെന്നുള്ളത്. നിലമ്പൂരിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും അത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്നുമാണ് എൻ.ഡി.എ നേതൃത്വം വ്യക്തമാക്കുന്നത്. വെറും സി ക്ലാസ് മണ്ഡലം എന്ന് കരുതി കണ്ണിൽ കാണുന്നവനെ പിടിച്ച് മത്സരിപ്പിച്ച് ചുമതല തീർക്കാനല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി.ജെ.പിയും എൻ.ഡി.എയും ലക്ഷ്യമിടുന്നത്. അതിന് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണിയെ തോൽപ്പിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ വളരെ വ്യക്തമായ പദ്ധതികളും അവർക്കുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഭയക്കേണ്ടത്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയ തീരുമാനമാണ് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് എൻ.ഡി.എ കൈക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഈ ആദ്യഘട്ട ചർച്ചയിൽ തന്നെ ബി.ജെ.പി തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമുണ്ട്. ദേശീയതലത്തിൽ എന്ത് നിലപാടാണ് ബി.ജെ.പി കൈക്കൊള്ളുന്നത്, അതേ നിലപാട് കേരളത്തിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതായത് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നിലമ്പൂരിൽ യു.ഡി.എഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് വ്യക്തം. കാരണം ദേശീയതലത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നവും മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ബി.ജെ.പിക്കാർ. കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ചില ഘട്ടങ്ങൾ പല സംസ്ഥാനങ്ങളിലും അവർ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിൽ അവർക്ക് ഇതുവരെ അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. കെ സുരേന്ദ്രൻ മാറി പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഏറ്റതോടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ് ബി.ജെ.പിക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ബി.ജെ.പി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എ മുന്നണിക്കുള്ളിൽ നടന്ന ചർച്ചകളിൽ നിരവധി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിരുന്നു. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജിയുടെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി സമീപിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാനിങ്ങോടെ തന്നെയാണ് ബി.ജെ.പിയും അവർ നേതൃത്വം നൽകുന്ന എൻ.ഡി.എയും മുന്നോട്ടു പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായ വ്യക്തികളുടെ, അതായത് ജനങ്ങളുമായുള്ള ഇടപെടൽ കൂടുതലുള്ള വ്യക്തികളുടെ പട്ടിക നൽകാൻ മലപ്പുറം ബി.ജെ.പി ജില്ലാ പ്രസിഡന്റിനോട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ കോൺഗ്രസിനെ വിജയിക്കാൻ സമ്മതിക്കില്ല എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം പറഞ്ഞല്ലോ. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സ്ഥാനാർത്ഥി സാധ്യത സംബന്ധിച്ച് ചർച്ചകൾ നടന്നു വരികയാണ്. കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്തിൻ്റെയും വി.എസ്. ജോയിയുടെയും പേരുകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം.എൽ.എ സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ യു.ഡി.എഫിൽ കയറിപ്പറ്റാൻ നടക്കുന്ന പി.വി. അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വി.എസ്. ജോയിക്കാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നടത്തിയ കോൺഗ്രസ് ആഭ്യന്തര സർവേയിൽ ഷൗക്കത്തിനാണ് മുൻതൂക്കം ലഭിച്ചത്. പി.വി. അൻവർ ഏറെക്കുറെ സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണോ വേണ്ടയോ എന്ന ചിന്തയിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി അഭിപ്രായങ്ങൾ പറയുകയും ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പി.വി. അൻവറിൻ്റെ രീതികളോട് കോൺഗ്രസും മുസ്ലിം ലീഗും അതൃപ്തിയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെയും തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും യു.ഡി.എഫ് മുന്നണിയിലെടുക്കണമെന്ന ആവശ്യവും അൻവർ മുന്നോട്ട് വച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ആകെക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും കലുഷിതാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പി നിർണായക നീക്കങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാത്ത സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും തന്നെയാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് 2 സ്ഥാനാർത്ഥികളാണ്. ഈ 2 സ്ഥാനാർത്ഥികളും 2 മതവിഭാഗത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമാണ് ഇപ്പോൾ ബി.ജെ.പി കൈക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പ്രതിനിധി മത്സരിക്കും എന്നുള്ളതാണ് തീരുമാനം. അതേസമയം ആര്യാടൻ ഷൗക്കത്തല്ല, പകരം വി.എസ്. ജോയിയാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ എൻ.ഡി.എക്ക് വേണ്ടി മത്സരിക്കാനെത്തുന്നത് ബി.ജെ.പി ആയിരിക്കില്ല, ബി.ഡി.ജെ.എസ് ആയിരിക്കും. യു.ഡി.എഫിനെ തറപറ്റിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രപ്രധാനമായ രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താം. അതായത് ഷൗക്കത്താണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്നുള്ളതാണ്. ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ആയിരിക്കും ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്. വഖഫ് വിഷയം സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എത്താനുള്ള ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചുമാറ്റുക എന്നുള്ളതാണ് ഈ നീക്കത്തിലൂടെ ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് പി.സി. ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ വിവരമല്ല. നേരത്തെ നിലമ്പൂരിൽ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഇവിടെ വി.എസ്. ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയാൽ ബി.ജെ.പി ഈ നീക്കങ്ങളിൽ വലിയൊരു മാറ്റമാണ് വരുത്തുന്നത്. കോൺഗ്രസ് ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ്, അതായത് വി.എസ്. ജോയിയാണ് നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് എങ്കിൽ അവിടെ ബി.ജെ.പിയും ജാതി സമവാക്യം നോക്കിയുള്ള നീക്കങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിൽ ബി.ജെ.പി നേരിട്ട് മത്സരിക്കില്ല, പകരം ബി.ജെ.പിയുടെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിനായിരിക്കും മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ചുമതല കൈവരുന്നത്.
കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി.എസ്. ജോയി മത്സരിച്ചാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയായിരിക്കും ബി.ജെ.പി. അതിനെ പ്രതിരോധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് കോൺഗ്രസിന് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് വേണ്ടി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചത് ബി.ഡി.ജെ.എസ് ആയിരുന്നു. അന്ന് 12,284 വോട്ടുകളാണ് ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത്. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി.വി. അൻവർ നേടിയത് 77,858 വോട്ടുകളായിരുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയ ആര്യാടൻ ഷൗക്കത്ത് 66,354 വോട്ടുകൾ നേടി. ബി.ഡി.ജെ.എസിൻ്റെ ആ നീക്കം തന്നെയാണ് ഷൗക്കത്തിൻ്റെ പരാജയത്തിലേക്ക് അന്ന് വഴിവച്ചതെന്ന് ബി.ജെ.പി. കരുതുന്നുണ്ട്. വി.എസ്. ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ ഇത്തവണയും ബി.ഡി.ജെ.എസ് മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി തന്നെ അതിനെ കാണാൻ കഴിയും. എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ സംബന്ധിച്ച് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയതൊന്നും വെറുതെയല്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് കേരളത്തിലേക്ക് കെട്ടിയിറങ്ങിയവൻ എന്ന ഒരു പേരുദോഷം നിലവിലുണ്ട്. ബി.ജെ.പി. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ നേടിയതിനേക്കാൾ വോട്ട് ഇത്തവണ നേടിക്കഴിഞ്ഞാൽ ആ പേരുദോഷം ഒരു പരിധിവരെ മറയും. മാത്രമല്ല, ഇനി മുതൽ അങ്ങനെയൊന്നും ഉയർന്നു വരികയുമില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് വില കൊടുത്തും എത്ര പ്രയത്നിച്ചും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ശ്രമമാണ് കോൺഗ്രസ് ഭയപ്പെടുന്നതും. കാരണം നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള നീക്കങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. നിലമ്പൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും അതിനൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്താൽ സാങ്കേതികമായി മണ്ഡലത്തിൽ എൽ.ഡി.എഫ് വിജയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ വിജയം ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് തന്നെയായിരിക്കും.